എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് വൃശ്ചികം രാശിയിലെ 2 നക്ഷത്രക്കാർക്ക് 2025 ഗ്രഹസ്ഥിതി എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. വൃശ്ചികം രാശിയിലെ 2 നക്ഷത്രം വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം അടങ്ങിയതാണ്. 2025 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്ലോ മൂവിങ് പ്ലാനറ്റ്സും രാശി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ശനി മാർച്ച് 29 4-ാം ഭാവം വിട്ട് 5-ാം ഭാവത്തിലോട്ടും, വ്യാഴം മെയ് 14 7 വിട്ട് 8-ാം ഭാവത്തിലോട്ടും, രാഹുകേതു മെയ് 18 4-10 ഭാവങ്ങളിലോട്ടും സ്വാധീനിക്കും. 2025 മെയ് വരെ 2025 2 ഭാഗങ്ങളായിട്ടാണ്. അതായത് ജാനുവരി ടു മെയ് വളരെ അനുകൂലവും മെയ് ടു ഡിസംബർ വളരെ മോശമാണ്, കുറേ മോശമാണ് എന്നുള്ളതാണ്. അത് നമുക്കൊരു ഇമോഷണൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുന്നൊരു ടൈമാണ്, ഒരു ട്രാൻസ്ഫർമേഷൻ ടൈമാണ് മെയ് ടു ഡിസംബർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. മെയ് മാസം വരെ 2-5 ഭാവാധിപതിയായ വ്യാഴം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കേന്ദ്ര ത്രികോണ ഭാവങ്ങൾ തമ്മിൽ കണക്ഷനുണ്ട്. വിദ്യാഭ്യാസ പുരോഗതി, കുടുംബത്തിന് അഭിവൃദ്ധി, സാമ്പത്തിക പുരോഗതി, ബുദ്ധിപരമായ തീരുമാനങ്ങളും വിവേകത്തോടെയുള്ള നിലപാടുകളും, സന്താന സിദ്ധി, സന്താനങ്ങൾക്ക് അഭിവൃദ്ധി, സന്താനങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖാനുഭവങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ ഐക്യം, പ്രണയവിവാഹത്തിനൊക്കെ അനുകൂലമാണ് എന്നുള്ളതാണ്. മെയ് വരെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനും പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഒരു വർക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് മെയ് മാസം വരെ. കുടുംബത്തിൽ ഐക്യവും സാമ്പത്തിക ഉയർച്ചയുണ്ട്, സ്പൗസിനൊക്കെ സാമ്പത്തിക ഉയർച്ചയുണ്ടാവും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും. വിവാഹശേഷവും പഠിക്കുന്ന വ്യക്തികൾക്കൊക്കെ പഠന മികവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. IELTS OET ഒക്കെ എഴുതുന്ന വ്യക്തികളാണെങ്കിൽ മെയ് മാസത്തിന് മുമ്പ് തന്നെ ഡേറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. വെർബൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ശമ്പള വർധനവ്, ബോണസ്, പ്രമോഷൻ, ജോലിയിൽ കാര്യമായ പുരോഗതിയൊക്കെ മെയ് വരെ ഉണ്ടാകും എന്നുള്ളതാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ആൾക്കാരാണ് വൃശ്ചികം രാശിക്കാർ. എന്നാൽ കർശന നിലപാടുകളുണ്ട്, ശക്തമായ തീരുമാനങ്ങളുമുള്ള വ്യക്തികളാണ്. അങ്ങേയറ്റം എന്നാൽ സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തികളും ആൾക്കാരുമാണ്. അവരുടെ കുട്ടികൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന, എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും ഒപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തികളുമൊക്കെയാണ്. മെയ് മുതൽ 11 മാസം വരെ ഒരു ട്രാൻസ്ഫർമേഷൻ ടൈമാണ് ഞാൻ പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ വ്യക്തിപരമായ പുരോഗതി ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ഇമോഷണൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും. താന്ത്രികം, ജ്യോതിഷം, മെഡിറ്റേഷൻ, സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണെന്ന് പറയാനായിട്ട് സാധിക്കും. മെയ്ക്ക് ശേഷം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. വൃശ്ചികം രാശി പൊതുവിൽ തന്നെ രോഗപീഠ ആരോപിക്കാൻ കഴിയുന്നൊരു രാശിയാണ്. കാരണം പൃഥുല നയനവക്ഷ വൃത്തജംഗൂരു ജാനുർ ജനകഗുരുവിയുക്ത ശൈശവേ വ്യാധിദശ എന്ന് ഹോരാശാസ്ത്രത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വ്യാധി എന്ന് വെച്ചാൽ രോഗമാണല്ലോ. അപ്പം രോഗപീഠ ആരോപിക്കാൻ കഴിയുന്ന ഒരു രാശിയാണ്. അതായത് ഈ കാലഘട്ടത്തിൽ പൊതുവേ രോഗപീഠ ആരോപിക്കാൻ കഴിയുന്ന ഒരു രാശിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഉദരം, കാൽപാദങ്ങൾ, ചെസ്റ്റ് ഏരിയ ഈ ഭാഗങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാതെ ശ്രദ്ധിക്കണം. ഡയബറ്റിക് ഒക്കെ ഉള്ള ആൾക്കാർ കാൽപാദത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നോക്കണം. കാൽപാദങ്ങൾക്ക് മരവിപ്പൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ തന്നെ ഉണ്ടാവാം. ഫാറ്റി ലിവർ, അങ്ങനെയുള്ള എൻലാർജ്ഡ് ലിവർ ഇതൊക്കെ ഉള്ളവരും ഒക്കെ ശ്രദ്ധ കൊടുക്കണം. കൃത്യമായ മെഡിസിൻസും ഒക്കെ എടുക്കുക എന്നുള്ളതാണ്, ഫോളോ അപ്പ് ഒക്കെ ചെയ്യുക എന്നുള്ളത്. ഇവരുടെ ബാല്യത്തിലെ പാരൻസിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടിയോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടിയോ വേണ്ടത്ര രീതിയിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് കിട്ടാതെയോ വരാം എന്നുള്ളതാണ്. അത് ഞാൻ ഈ പറഞ്ഞ ശ്ലോകത്തിൽ തന്നെയുണ്ട്. പൃഥുല നയനവക്ഷ വൃത്തജംഗൂരു ജാനുർ ജനക ഗുരുവിയുക്ത എന്ന് വെച്ചാൽ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നൊക്കെ വേർപെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ചെറിയ കുട്ടികളാണ് ഈ രാശിയിലുള്ളതെങ്കിൽ പാരൻസ് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം കെയർ, സപ്പോർട്ട്, അറ്റൻഷനൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. അവരെ കേൾക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. അവരെ കുറ്റപ്പെടുത്തലോ ഒറ്റപ്പെടുത്തലോ ഒന്നും ഇല്ലാതെ ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ ചേർത്ത് പിടിച്ച് വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. അത് പാരൻസിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാവരുത്, ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് കിട്ടാത്ത ധാരാളം വൃശ്ചികം രാശിക്കാരുണ്ട്. അവർക്ക് ബാല്യത്തിലോ കൗമാരത്തിലോ
എന്താണോ നഷ്ടപ്പെടുന്നത് അതൊക്കെ എന്നും മനസ്സിലൊരു വേദനയായി കൊണ്ട് നടക്കുന്നവരും ധാരാളം, അങ്ങനെ ഒരു വേദനയായി കൊണ്ട് നടക്കുന്ന ധാരാളം വൃശ്ചികം രാശിക്കാരുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവരുടെ കുട്ടികളോട് 100% ആത്മാർത്ഥമായ സമീപനവും കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന പ്രകൃതവും സ്വന്തം ജീവിതത്തിൽ നേടാൻ കഴിയാത്തത് കുട്ടികളിലൂടെ നേടിക്കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളും ഒക്കെയാണ്. അധിക ചിലവുകൾ, തടസ്സങ്ങൾ ഒക്കെ മെയ് മാസത്തിന് ശേഷം ഉണ്ടാകാം. സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികൾ കൃത്യമായ റെമ്യൂണറേഷൻ കൃത്യമായ സമയത്ത് വാങ്ങണം എന്നുള്ളതാണ്. മറ്റുള്ളവർ ഈ മെയ് മാസത്തിന് ശേഷം മറ്റുള്ളവർ നമ്മുടെ നോളജിനെയോ സമയത്തിനെയോ ഒക്കെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ലോയേഴ്സ്, കൗൺസിലേഴ്സ്, ആസ്ട്രോളജേഴ്സ്, ട്യൂഷൻ സെൻ്ററൊക്കെ നടത്തുന്ന വ്യക്തികൾ, ഇവരുടെയൊക്കെ പേയ്മെൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവരുടെ റെമ്യൂണറേഷനും ഒക്കെ തന്നെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ക്ലയൻറ്റിന് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക. ബിസിനസ് അതുപോലെ കൃത്യമായിട്ട് തന്നെ ആ റെമ്യൂണറേഷൻ വാങ്ങാനും ശ്രദ്ധിക്കുക. ബിസിനസ് നടത്തുന്ന വ്യക്തികളും ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കാതിരിക്കുക. ക്യാഷ് ബ്ലോക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മെയ് മാസത്തിന് ശേഷമുള്ള സമയം. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമല്ല, പക്ഷേ ഒരുപാട് നിബന്ധനകളുള്ള ജോലി കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമാണ്. പട്ടാളം, ക്യാബിൻ ക്രൂ, റിഫൈനറി ജോബ്സ്, മെഡിക്കൽ പ്രൊഫഷണൽസ്, സയൻറ്റിസ്റ്റ്, മാർക്കറ്റ് അനലിസ്റ്റ്, ഗവേഷണ പ്രവർത്തനം, ഫാഷൻ ഡിസൈനേഴ്സ്, കൊറിയോഗ്രാഫേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചും എന്നാൽ വളരെ ക്രിയേറ്റീവായും ജോലി ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ വളരെ അനുകൂലമാണ്. വിശകലനം ചെയ്യാനുള്ള കഴിവ്, പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ജിജ്ഞാസ, ഇതൊക്കെയും ഈ സമയത്ത് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മെയ് മാസത്തിന് ശേഷം ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. 4, 5, 8 ഭാവങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് കണക്ഷനുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട മാനസിക പിരിമുറുക്കമൊക്കെ ഉണ്ടാവാം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മെയ് മാസത്തിന് മുമ്പ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ മെയ് മാസത്തിന് മുമ്പ് വിൽക്കാനും വാങ്ങാനും ഒക്കെ, വസ്തു വിൽക്കാനും വാങ്ങാനും മെയ് മാസത്തിന് മുമ്പ് അനുകൂലമാണ്. മെയ്ക്ക് ശേഷം അത്ര കണ്ട് അനുകൂലമല്ല. മെയ്ക്ക് ശേഷം മന്ത്രപഠനം, വേദപഠനം, മതപഠനം, റിസർച്ച്, ഷെയർ ട്രേഡിംഗ് പഠിക്കാനും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താനും ഒക്കെ അനുകൂലമാണ്. ആത്മീയതയിൽ താല്പര്യം ഉണ്ടാവും. നമ്മുടെ മാനസികാവസ്ഥ, ചിന്തകൾ, തീരുമാനം ഇതിലൊക്കെ ബുദ്ധിമുട്ടുകൾ മെയ് മാസത്തിന് ശേഷം ഉണ്ടാവാം. പഠിക്കുന്ന കുട്ടികൾക്കും പഠന തടസ്സം ഉണ്ടാവാം. തടസ്സങ്ങളുടെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെയാണെന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. ഈ സമയത്ത് സ്ട്രെസ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, ഇത് രണ്ടും നമുക്ക് ഉണ്ടാകണം. ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഏതിനാണോ കൂടുതൽ പ്രാധാന്യം അത് ആദ്യം ഫോക്കസ് ചെയ്യുക. അത് ചെയ്തു തീർക്കുന്ന കാര്യങ്ങൾ മാക്സിമം പെർഫെക്ഷനോട് കൂടി ചെയ്തു തീർക്കാനും ശ്രമിക്കണം. കാര്യം ചെയ്തു തീർത്ത കാര്യത്തിൽ വീണ്ടും നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവാതെ പെർഫെക്ഷനോടുകൂടി ചെയ്തു തീർക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവ് വേണം, വെൽ ട്രസ്ഡ് ആയിരിക്കണം. മെയ് മാസത്തിന് ശേഷം അതിലൊക്കെ ശ്രദ്ധ കൊടുക്കണം. സെൽഫ് കെയർ വേണം. നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും കാഴ്ചപ്പാടിലും ഒരുപാട് നല്ല മാറ്റങ്ങൾ സ്വയമേ വരുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അമ്മയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ഉയരങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയായ സ്കഫോൾഡ്, അതുപോലെ ലാഡർ, ഇതൊക്കെ ഉപയോഗിച്ച് ഉയരങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരൊക്കെ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഈ സമയത്ത്. ഫിസിക്കലി ആക്റ്റീവായി ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഡാൻസേഴ്സ്, സ്പോർട്സ്, സൈറ്റ് വർക്കേഴ്സ്, ഇവരൊക്കെ വീഴ്ച, ഒടിവിതൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളതാണ്. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോയേക്കാം മെയ് മാസത്തിന് ശേഷം. റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഡിവോഴ്സ് കേസ് നടക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് സ്ട്രെസ്, സ്വാഭാവികമായിട്ടും മാനസിക പിരിമുറുക്കം ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു വിഷയം മാത്രം നമ്മൾ ചിന്തിച്ച് ഡിപ്രഷനും അടിച്ച് നടക്കരുത്. റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിനെ തുടർന്ന് സെപ്പറേഷൻ ആഗ്രഹിക്കുന്ന അല്ല സെപ്പറേറ്റ് ആയി നിൽക്കുന്ന വ്യക്തികളോ ഡിവോഴ്സ് ആകാൻ വേണ്ടിയിട്ട് കേസ് നടക്കുന്ന വ്യക്തികളോ ഒക്കെ തന്നെയും ആ സമയത്ത് നിങ്ങൾ റിലാക്സേഷൻ ടെക്നിക്സ് എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യണം. യോഗ, മെഡിറ്റേഷൻ അല്ലെങ്കിൽ റേക്കി ഹീലിംഗ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഡിവോഴ്സോ സ്പൗസുമായി അകന്ന് നിൽക്കുകയോ ചെയ്യുന്ന വ്യക്തികളുടെ ഡിപ്രഷൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹമാണ്.
ഡിവോഴ്സ് ആകുന്ന വ്യക്തികളോട് നമ്മൾ സമൂഹം വല്ലാത്ത ക്രൂരതയാണ് കാണിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. അനാവശ്യമായ ക്വസ്റ്റ്യനിങ്, ഒറ്റപ്പെടുത്തൽ, നേരത്തെ സ്നേഹത്തോടെ പെരുമാറിയ ആൾക്കാർ കാണിക്കുന്ന അകൽച്ച, ഒഴിവാക്കൽ, ഇതൊക്കെ സമൂഹത്തിൽ നിന്നും ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകണം, അല്ലെങ്കിൽ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരെയും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ മറ്റുള്ളവരുടെ വിവരക്കേട് എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു ഉറച്ച നിലപാടോടുകൂടി സെൽഫ് ലവ് ഉണ്ടാവണം. ഈ സമയം ഉറച്ച നിലപാടുണ്ടാവണം, സെൽഫ് ലവ് ഉണ്ടാവണം. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിനെ ഓവർകം ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകണം എന്നുള്ളതാണ്. നമ്മൾ എല്ലാവരും അല്ലെങ്കിലും പല മലയാളികളും അങ്ങനെയാണ്. കാരണം നമ്മളിപ്പോൾ സെലിബ്രിറ്റീസിനെ എടുത്താൽ പോലും അവരുടെ വിവാഹം, അവരുടെ ഡിവോഴ്സ്, ഇതൊക്കെ നമ്മൾ വല്ലാതെ പേഴ്സണലി ബാധിക്കുന്ന ഒരു വിഷയം പോലെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ചിന്താഗതി മാറ്റേണ്ട കാലഘട്ടങ്ങൾ എന്നോ കഴിഞ്ഞു. പക്ഷെ നമ്മൾ മാറ്റില്ല എന്നുള്ളതാണ്. മെയ് മാസത്തിന് ശേഷം ബന്ധങ്ങളിൽ വളരെ പക്വമായ തീരുമാനങ്ങൾ എടുക്കണം. വ്യക്തിപരമായ വിഷയങ്ങൾ ഒരിക്കലും തൊഴിലിനെ ബാധിക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ധനപരമായ ഇടപാടുകൾ ശ്രദ്ധിച്ചും ആലോചിച്ചും മാത്രം ചെയ്യണം. വിവാഹത്തിന് അനുകൂലമല്ല. മെയ് മാസത്തിന് ശേഷം പങ്കാളികൾ തമ്മിൽ ഓപ്പൺ ഡിസ്കഷൻസ് ഉണ്ടാവണം. എപ്പോഴും പരസ്പരം നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരം എൻ്റേതാണ് എന്നൊരു ബോധം ഉണ്ടാവണം. അതായത് എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടി, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എൻ്റേതാണെന്നുള്ളൊരു ബോധം ഉണ്ടാവുമ്പം പല പ്രശ്നങ്ങളും പ്രശ്നമല്ലാതായി തീരും എന്നുള്ളതാണ്. മനസ്സിൻ്റെ പ്രയാസങ്ങൾ ശാന്തമായിട്ട് മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പൊട്ടിത്തെറിച്ച് സംസാരിക്കാതെ, പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ ഒക്കെ ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ഒക്കെ തന്നെയും ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. വിദേശവാസം ഉണ്ടാവാം. എന്നാൽ വിദേശത്ത് വലിയ തുക മുതൽ മുടക്കി പോകുന്നത് അനുകൂലമല്ല. ഇല്ലോസുമായി ഒരു ഹെൽത്തി ബൗണ്ടറി ഉണ്ടാവണം എന്നുള്ളതാണ്. ഉൾക്കാഴ്ച ഉണ്ടാകും. ആരോഗ്യപരമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിയും. സഹാനുഭൂതിയോടെ, വിട്ടുവീഴ്ച മനോഭാവത്തോടെയും വെല്ലുവിളികളോട് പ്രതികരിക്കാനൊക്കെ നമ്മൾ ഈ സമയത്ത് പഠിക്കും. അത് അഷ്ടമവ്യാഴം തുടങ്ങുന്ന സമയത്തല്ല, അതിലൂടെ നമ്മൾ കടന്നു പോയി നമ്മൾ ഇമോഷണലി കുറേ ബാലൻസ്ഡ് ആവും. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഒരു മാറ്റം നമുക്കവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത്. ആത്മവിശ്വാസവും അഭിമാനബോധവും വളർത്തിയെടുക്കാൻ ഈ കാലഘട്ടം സഹായിക്കും. തിരിച്ചടികളിൽ നിന്ന് കരകയറാനുള്ള ശക്തിയും ലക്ഷ്യബോധവും നമുക്കുണ്ടാകും. കൂടുതൽ അർത്ഥവത്തായ ജീവിതം സൃഷ്ടിക്കാനും മറ്റുള്ളവരുമായി ആഴത്തിൽ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്നൊരു പാകത ഈ മെയ് മാസത്തിന് ശേഷമുള്ളൊരു കാലഘട്ടം നമ്മളിൽ കൊണ്ടെത്തിക്കും. അങ്ങനെ ഒരു മാറ്റം നമുക്കുണ്ടാക്കി തരും എന്നുള്ളതാണ്. കുറച്ച് തീക്ഷ്ണമായ സാഹചര്യമായിരിക്കും, പക്ഷെ നമ്മളെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സമയമാണ്. കേസ് നിലവിലുള്ള വ്യക്തികൾ ഔട്ട്കോട്ട് സെറ്റിൽമെൻറ്റ് മെയ് മാസത്തിന് മുമ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യാൻ പോകരുത്. പ്രശ്നങ്ങളെ ശാന്തമായ മനസ്സോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത്. എസ്പെഷ്യലി മെയ് മാസത്തിന് ശേഷം പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത്. 2025 മെയ്ക്ക് ശേഷം ചില തീക്ഷ്ണമായ സാഹചര്യങ്ങളിലൂടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവെന്ന് വെച്ചാൽ ഇപ്പോൾ സന്തോഷം, സങ്കടം, ദേഷ്യം, കരുണ, ദയം, പ്രണയം, ഭയം, പരിഭ്രമം, ഇഷ്ടം, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു പരിധിക്കപ്പുറം ആയിക്കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഇതിനെല്ലാം ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് അതിനൊരു മനോഹാരിത ഉണ്ടാകുന്നത്. പക്ഷെ അതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അതിപ്രസരം ഉണ്ടെങ്കിൽ അത് നമ്മളെ ഈ ഒരു സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അതിപ്രസരം ഉണ്ടാവും. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മൾ ബാലൻസ്ഡ് ആകാൻ മെയ് മാസത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ പഠിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. ഒറ്റപ്പെടലും ഏകാന്തതയും അനുഭവപ്പെടാം. ആരൊക്കെ നമ്മുടെ ചുറ്റുപാടും ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിലാക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും പലപ്പോഴും കുറവായിരിക്കും മെയ് മാസത്തിന് ശേഷം. ഇതൊക്കെ പ്രതീക്ഷിച്ച് മെയ് മാസത്തിന് ശേഷം അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടി വേണം പോകാൻ എന്നുള്ളതാണ്. ഫൈനലി ഈ കാലഘട്ടം കഴിയുമ്പോൾ അവനവൻ്റെ സ്ട്രെങ്ത് എന്താണെന്നും അവനവൻ്റെ ഇന്നർ ക്വാളിറ്റീസ് എന്താണെന്നും നമ്മൾ റിയലൈസ് ചെയ്യും എന്നുള്ളതാണ്. മക്കളോട് ഒരുപാട് ആത്മാർത്ഥത കാണിക്കുന്ന വ്യക്തികളാണ്.
പ്രായമായ അച്ഛനമ്മമാരാണ് ഈ രാശിയിലുള്ളതെങ്കിൽ ഒരിക്കലും ഒരുപാട് ഒറ്റപ്പെടുത്തലോ ഒന്നും ഉണ്ടാകാതെ മക്കൾ ശ്രദ്ധിക്കണം. അവരുടേതായ സങ്കടങ്ങൾ പലപ്പോഴും അവരുടേതായ സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ ഉണ്ടാവാം ഈ അഷ്ടമ വ്യാഴത്തിൻ്റെ സമയം വരുന്ന സമയത്ത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അവരുടെ മക്കളാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവരോട് എപ്പോഴും സംസാരിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ ഈ രാശിയിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്കും അച്ഛനമ്മമാർ ഒരുപാട് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഇതൊരു തിയററ്റിക്കൽ നോളജ് കൊണ്ട് മാത്രമൊന്നുമല്ല. എൻ്റെ അമ്മ വൃശ്ചികം രാശിയിലാണ് ജനിച്ചത്. ഞാൻ എപ്പോഴും വിചാരിക്കണേ എൻ്റെ ഞാൻ അമ്മയുടെ മകളായിട്ട് ജനിച്ചത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. അതെല്ലാ മക്കളും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ എനിക്ക് 7 മണിക്ക് ഓഫീസിൽ കയറണമായിരുന്നു. അപ്പം 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങും. ഈ 5:45 മുതൽ 4 മണി വരെയും ഇടയ്ക്കും മുറയ്ക്കും ഇങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ടേയിരിക്കും. കുറഞ്ഞ പക്ഷം ഒരു 5 മണിക്കൂറെങ്കിലും ഒരു ദിവസം അമ്മയോട് സംസാരിക്കുമായിരുന്നു. 11 വർഷം അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് അമ്മയോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും അമ്മയ്ക്കൊരു ഒറ്റപ്പെടലോ ഏകാന്തതയോ ഞാൻ അങ്ങനെ ഒരു ഫീൽ അമ്മയ്ക്ക് ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അമ്മ നമുക്ക് വേണ്ടി ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും പക്ഷെ അതിനൊക്കെ എത്രയോ ഉപരിയാണ് അമ്മ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് ചിന്തിക്കുമ്പോൾ ഒന്നും അല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്നാലും ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ വൃശ്ചികം രാശിയിലെ പാരൻസ് അങ്ങനെയാണ്. മക്കളോടാണ് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ മക്കളാണ് കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടതെന്നുള്ള ഒരു വിഷയമാണ്. അതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.